ചങ്ങായിമാരെ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു. ഞാനുണ്ടല്ലോ വി ഡി സതീശന്റെ ആരാധകനോ അല്ലെങ്കിൽ വി ഡി സതീശനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരാളോ അല്ല. പക്ഷെ കേരളത്തിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒറ്റ ഒരാള്, ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് വി ഡി സതീശൻ. വി ഡി സതീശൻ അല്ലാതെ വേറൊരാൾക്ക് അതിന് അധികാരമില്ല. അതിന്റെ കാരണം ഉണ്ടല്ലോ, നയിച്ചവനില്ലേ, നയിച്ചവനാണ് നെയ്ച്ചോറ്. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയ വേണുഗോപാലില്ലേ, മൂപ്പർക്കല്ല നെയ്ച്ചോറ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ 5 വർഷം ഉണ്ടല്ലോ കേരളത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേർപ്പൊഴിക്കിയത് മുസ്ലിം ലീഗും വി ഡി സതീശനും തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിലെ നേതാക്കന്മാരോടും കോൺഗ്രസിലെ പുതിയ MLA-മാരില്ലേ അവരോടൊക്കെ പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ അണികളുമില്ലേ അവരൊക്കെ വി ഡി സതീശനെ ചേർത്ത് പിടിക്കുന്നുണ്ടില്ലേ, അതുപോലെ ചേർത്ത് പിടിക്കാൻ പഠിക്ക കോൺഗ്രസിലെ MLA-മാരെ. ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ, കേരളത്തില് വി ഡി സതീശനെ ആരെങ്കിലും ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതുണ്ടല്ല കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരും പിന്നീടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരും മാത്രമാണ്. ഇതിന്റെ വേറൊരു കാര്യം കൂടി ഞാൻ പറട്ടെ, മുസ്ലിം ലീഗിന്റെ ഒറ്റ മണ്ഡലത്തിലുണ്ടല്ല വി ഡി സതീശനോ ഇതിന് രാഹുൽ ഗാന്ധിയോ പോയിട്ട് വിജയിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ ഉണ്ടല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ ധാരാളമാണ്. പക്ഷെ എന്നാലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനും മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകർക്ക് അറിയാം, കഴിഞ്ഞ 5 വർഷം UDF നയിച്ചത് വി ഡി സതീശനാണ്. അപ്പോ വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് അവർക്കറിയാം. പക്ഷെ നേരെ മറിച്ചിട്ടുണ്ടല്ല, വി ഡി സതീശന്റെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രം MLA-മാരായ കുറെ കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ അവരൊക്കെ വി ഡി സതീശനുണ്ടല്ല ഇപ്പം പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള വർഗവഞ്ചനയാണ് ആ കോൺഗ്രസിന്റെ MLA-മാരിലെ ബഹുഭൂരിപക്ഷം MLA-മാരും ഇന്ന് കാണിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് വന്ന റിപ്പോർട്ടിലുണ്ടല്ല ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് ഹൈക്കമാൻഡ് ചോദിച്ചപ്പോഴല്ല 90% MLA-മാരും കോൺഗ്രസിന്റെ MLA-മാരും പറഞ്ഞത് വേണുഗോപാലായ മതി, വി ഡി സതീശൻ ആകണ്ടെന്ന് പറഞ്ഞാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ആ MLA-മാർ വി ഡി സതീശനെതിരായി ഒപ്പുവെച്ച എല്ലാ MLA-മാരുടെ എനിക്ക് ഒറ്റൊരു കാര്യം ചോദിക്കാവുള്ളൂ, ഉളുപ്പുണ്ടോ മനുഷ്യന്മാരെ? കുറച്ചൊക്കെ ഉളുപ്പ്. അതിലേറ്റവും കൂടുതൽ ഉളുപ്പില്ലായ്മ കാണിച്ചത് ആരാന്നറിയാം? സന്ദീപ് വാര്യരല്ലേ, മൂപ്പറാണ്. കാരണം BJP-ക്കാരുണ്ടല്ല എടുക്കാത്ത പൈസയായിട്ട് മൂപ്പറ വലിച്ചു ചാടിയപ്പം അയാളെ ഏറ്റെടുത്തത് അയാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല സതീശനായിരുന്നു. അതായത് BJP-ക്കാർ എടുക്കാത്ത പൈസയൊക്കെ വാര്യരെ കൊണ്ടുവന്നിട്ട് ഇവിടെ തൃക്കരിപ്പൂർ മത്സരിപ്പിച്ചിട്ട് MLA ആക്കിയിട്ട് ആ വാര്യരുണ്ടല്ല ആർക്ക് വേണ്ടിയാ വോട്ട് ചെയ്യുന്നറിയാം? വേണുഗോപാൽ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിട്ട് വി ഡി സതീശനെ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സംഖ്യയിലുണ്ടല്ലോ ഈ വാര്യര നമ്പാൻ കൊള്ളാത്തവനാണ് ഇടക്കിടക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൽ കാര്യമുണ്ട് എന്ന്. പിന്നെ വേറെ ചങ്ങയുണ്ടല്ല നമ്മളെ മാത്യു കുഴൽനാടനാണ്. ഇലക്ഷൻ ജയിക്കുന്നവരെ ലീഗുകാർ എന്തൊരു സ്നേഹമായിരുന്നു, ലീഗുകാരെ കൂടി പിടിച്ചതാണ്. പിന്നെ ലീഗുകാരനല്ല വി ഡി സതീശനാണ് മുഖ്യമന്ത്രി ആകണ്ടെന്ന് പറഞ്ഞപാട് നമ്മളെ കുഴൽനാടന്റെ കുരുവങ്ങ് പൊട്ടി, മൊത്തം കുഴലങ്ങ് പൊട്ടി. ഇപ്പൊ കുഴൽനാടൻ പറയുന്നത് കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഒരു ലീഗുകാരനും ഇടപെടണ്ട, അത് കോൺഗ്രസിനാകുന്നു. പക്ഷെ ഈ ഇലക്ഷന് വിജയിക്കുന്നത് വരെയല്ല കുഴൽനാടന് ലീഗുകാർ ഇടപെടണമായിരുന്നു, ലീഗുകാർ വരണമായിരുന്നു, കുഴൽനാടിന് വോട്ട് ചെയ്യണമായിരുന്നു, എല്ലാം ചെയ്യണമായിരുന്നു. പക്ഷെ വിജയിച്ച് കഴിഞ്ഞപ്പോ കുഴൽനാടിന്റെ ഉള്ളിലുണ്ടല്ല ഇനി ഇവരെ ആവശ്യമില്ല എന്നുള്ള ആ തീരുമാനം വന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വഞ്ചകരായ കുഴൽനാടിനോടും വാര്യരോടും സന്ദീപ് വാര്യരോടും എനിക്കൊന്നേ പറയുള്ളൂ, നിങ്ങളെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഒന്ന് വി ഡി സതീശനും അതുപോലെ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മാത്രമാണ്. അപ്പൊ നിങ്ങൾ നന്ദി കാണിക്കേണ്ടത് നിങ്ങളെ വിജയിപ്പിച്ച പ്രവർത്തകരില്ലേ അവരുടെ ഇഷ്ടത്തിനായിരിക്കണം. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തത്? നിങ്ങളെ വിജയിപ്പിച്ചവരെ ചതിച്ചു, ഒരു ഉളുപ്പും നാണവുമല്ലാതെ ചതിച്ചു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചിട്ടും കോൺഗ്രസിന്റെ 90% MLA-മാരും 90% നേതാക്കന്മാരും ഉണ്ടല്ല വേണുഗോപാലിന് വേണ്ടിട്ട് അഹോരാത്രം പണിയെടുക്കുമ്പോ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരില്ലേ ആ പ്രവർത്തകരും ലീഗിന്റെ സാധാരണ പ്രവർത്തകരുണ്ടല്ല ഇപ്പോഴും വി ഡി സതീശനോട് തെരുവിലിറങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള സാധാരണ പ്രവർത്തകര് വി ഡി സതീശനോട് സംസാരിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? MLA-മാർ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC ഗ്രൂപ്പ് കളിച്ച് അവന്റെ ആളുകൾക്ക് MLA സീറ്റ് കൊടുത്തു. പിന്നെ ഓന്റെ ആൾക്കാരല്ലാതെ സതീശന്റെ ആൾക്കാർ വരില്ലല്ലോ. സതീശൻ 10 വർഷമായിട്ട് ഇതുവരെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നടന്നില്ല. ഓൻ കോൺഗ്രസിനെ ഇവിടെ വളർത്തി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിപ്പോ പരാജയമായിട്ട് KCക്ക് തോന്നുന്നത്. പക്ഷേ KCന്റെ കളി ഞങ്ങളെടുത്ത് നടക്കില്ല. വോട്ട് ചെയ്ത് ഞങ്ങളെ ധിക്കരിച്ച് KC എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിയമസഭ KC കാണൂല, അത് ഗ്യാരണ്ടിയാണ്. ഏത് ഞങ്ങളെ സിറ്റിംഗ് സീറ്റ് പോയി കഴിഞ്ഞാലും 8 നിലയിൽ ഞങ്ങൾ അവനെ തോൽപ്പിക്കും. അത് പ്രവർത്തകരുടെ വികാരമാണ്. MLA-മാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തകർ വോട്ട് ചെയ്തുകൊണ്ട് MLA-മാരവിടെ പോയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ ഓരെങ്ങാനും ഇനി കളിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളെ സാമ്പിൾ പഠിക്കട്ട, ഇതിന്റെ അപ്പുറം ഞങ്ങൾ മുന്നിട്ടിറങ്ങും. നിയമസഭയുടെ പുറത്ത് വരെ ഞങ്ങൾ പ്രകടനം നടത്തും. തർക്കിക്കാനല്ല അത് പറയുള്ളത്, 102 സീറ്റ് കിട്ടി തർക്കിക്കാനല്ല. നിലപാടിന്റെ രാജകുമാരൻ വി ഡി സതീശന് ആ സ്ഥാനം ഏൽപ്പിച്ച് കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ ഇന്ദിരാഭവൻ തുടങ്ങും ഈ പ്രക്ഷോഭം. ഇന്ദിരാഭവൻ ഈ പ്രക്ഷോഭം തുടങ്ങുമല്ലെങ്കിൽ അവിടെ തുടക്കം പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ തിരിവുണ്ടാവും. ഇത് നയിച്ചവർ ഭരിക്കട്ടെ. KC വേണുഗോപാൽ നേതാവ് തന്നെയാണ്, ദേശീയ തലത്തിൽ വലിയ നേതാവാണ്. അയാൾ ഇതിന് വേണ്ട, ഇതിന്റെ ഫുൾ ക്രെഡിറ്റും വി ഡി സതീശനാണ്.
എല്ലാ ഇത് കരുതലുകളും അദ്ദേഹം നേടിയ 100 പ്രസ് എന്ന് പറഞ്ഞു. 100 പ്രസ് 11 മന്ത്രിമാർ പോകുന്ന പറഞ്ഞു. 13 ആൾക്കാർ പോയി. എല്ലാം കറക്റ്റ്. അതാണ് VD കൊണ്ടാണ് ചെറുപ്പക്കാരും ഇതൊക്കെ നല്ല വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരും യുവജനങ്ങളും പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങും. VD CM ആകണം, മുഖ്യമന്ത്രിയായി വരണം. അതുവരെ VD CM ആവണം. വേറൊരു മാറ്റം വേറൊരു ഇതില്ലല്ലോ. ഓപ്ഷനില്ല. VD കേട്ടല്ലോ, പ്രായമായവരുടെയും ചെറുപ്പക്കാരുടെ ഒക്കെ പിന്തുണയില്ല VD സതീശന് മാത്രമാണ്. ഇതൊക്കെയല്ല കോൺഗ്രസിന്റെ MLA-മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ അറിയാം. എന്നാലും അവരൊക്കെ ഉണ്ടല്ല എങ്ങനെയെങ്കിലും വേണുഗോപാലിനെ ആ സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുത്തിക്കയറ്റാനുള്ള പണിയെടുക്കുകയെന്ന്. അതായത് സാധാരണ പ്രവർത്തകരുടെ ഇഷ്ടത്തിനുണ്ടല്ല ഈ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ MLA-മാരുണ്ടല്ല പുല്ലുവിലയാണ് കാണിക്കുന്നത്. അതായത് പാലം കടക്കോളം നാരായണ, പാലം കടന്നെങ്കിൽ ഊരായണ. അതാണ് നേതാക്കന്മാർക്കുണ്ടല്ല ഇപ്പൊ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരോടുള്ള മനോഭാവം. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരില്ലേ അതൊക്കെ VD സതീശന്റെ കൂടെയാണെന്നുള്ളതാണ് VD സതീശന്റെ ഒരേ ഒരു ധൈര്യവും ഒരേ ഒരു പിൻബലവും. പിന്നെ വേറൊരു കാര്യം കൊണ്ടിട്ടാ, ഈ തെരുവിലിറങ്ങിയ സാധാരണ പ്രവർത്തകരുണ്ടല്ല നമ്മളെ വേണുഗോപാലിന്റെ പോലെ PR വർക്ക് ചെയ്ത് വന്ന ആൾക്കാരല്ല. സാധാരണ പ്രവർത്തകര് VD സതീശന് വേണ്ടി ഒന്നും നോക്കാതെ സാധാരണ പ്രവർത്തകര് ഇറങ്ങിയതാണ് ഈ കാഴ്ച. വേണുഗോപാൽജിക്കുണ്ടല്ല പൈസ കൊടുത്തിട്ട് PR വർക്കാക്കിയിട്ടുണ്ടല്ല ആൾക്കാരെ ഇറക്കണം. പക്ഷെ സതീശന് VD സതീശന് അതിന്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷന് കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതിന്റെ കുറ്റം ഉണ്ടല്ല ഇവരാരെ തലയിലാ കെട്ടിവെക്കുക? അത് VD സതീശന്റെ തലയിൽ തന്നെയായിരിക്കും ആ കുറ്റം കെട്ടിവെക്കുക. അപ്പൊ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയ വിജയം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഉണ്ടല്ല VD സതീശന് മാത്രമാണ്. അത് മാത്രമല്ല 100-ന് മുകളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്ന VD സതീശൻ പറഞ്ഞപ്പോഴല്ല കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ വിചാരിച്ചു എന്തായാലും വിജയിക്കും, പക്ഷെ 100 സീറ്റിന് മുകളിൽ എന്തായാലും കിട്ടില്ല, അതുകൊണ്ട് സതീശന്റെ ശല്യം ഉണ്ടല്ല അതങ്ങ് ഒഴിവാക്കുമെന്നായിരുന്നു കുറെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിചാരിച്ചിരുന്നത്. പക്ഷെ സതീശൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും പ്രവർത്തിച്ച് 100-ന് മുകളിൽ 102 സീറ്റോടെ UDF വിജയിച്ചു. അതോടെ സതീശനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് വേണുഗോപാൽജിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താന്ന് വിളിച്ച കോൺഗ്രസ്സുകാരുണ്ടല്ല എല്ലാവരും ഇഞ്ചിയായി പോയി, ഇഞ്ചി മുട്ടായിട്ടില്ല കടിച്ച പോലെയായി പോയി. അതായത് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ അതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല എല്ലാവരും നിഷ്പക്ഷരും എന്തിന് CPM-കാർ വരെയുണ്ടല്ല VD സതീശന്റെ കൂടെയാണ്. അതാണ് VD സതീശൻ പറഞ്ഞ, VD സതീശൻ പ്രവചിച്ച ആ വിജയം കോൺഗ്രസിന് കിട്ടിയത്. അതുകൊണ്ട് VD സതീശനെ ചതിക്കാൻ നടക്കുന്ന കോൺഗ്രസിന്റെ MLA-മാരോടും നേതാക്കന്മാരോടും ഞാൻ ഒന്നേ പറയുള്ളൂ, നിങ്ങളുണ്ടല്ല കോൺഗ്രസ്സുകാരുടെ മാത്രം വോട്ടിലല്ല വിജയിച്ചത്. അവിടെ ഒരു നിഷ്പക്ഷമായ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ വോട്ട് കൂടിയാണ് നിങ്ങൾ വിജയിക്കാൻ കാരണം എന്ന് ആലോചിച്ചാൽ മതി കേട്ടാ. അതായത് അടുത്ത ഇലക്ഷന് CPM-നെ നേരിട്ട് ഈ പരാജയം ഉണ്ടല്ല, ഈ പരാജയം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല. അതായത് നിങ്ങൾ വിജയിച്ച വിജയം CPM-ന് കിട്ടാനും വലിയ പണിയൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി VD സതീശനെ ചതിക്കാൻ നടക്കുന്ന നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിന്റെ MLA-മാരുണ്ട്, ഞാൻ ഒന്നുകൂടി പറയട്ടെ, നയിച്ചവനാണ് നെയ്ച്ചോറ്. അല്ലാതെ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയ ആ സാധനത്തിനുണ്ടല്ല വേണുഗോപാലിന് അയാൾക്കല്ല നെയ്ച്ചോറ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നയിച്ച VD സതീശൻ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനെന്ന് ഒരു നിഷ്പക്ഷനായ എന്റെ അഭിപ്രായം. അപ്പൊ ഒരിക്കൽ കൂടി VD സതീശനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.